ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. യൂണിവേഴ്സിറ്റി LGS മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ പണി പാളാതിരിക്കാൻ ശ്രദ്ധിക്കുക. പല ആൾക്കാരും പ്രിലിം സിലബസ് ഒക്കെ വെച്ചിട്ടായിരിക്കും എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, പ്രിലിംസും മെയിൻസും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് കറണ്ട് അഫയേഴ്സ് 20 മാർക്കിന് ചോദിക്കും, മറ്റൊന്ന് ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക മേഖല, കായിക മേഖല എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് 5 മാർക്കുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുക. അതായത് ഇതിനകത്ത് കലാ സാംസ്കാരിക മേഖല, അതുപോലെ സാഹിത്യ മേഖല എന്നിവ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ 5 മുതൽ 10 വരെയുള്ള മലയാള പുസ്തകത്തിലെ സാഹിത്യ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം നമുക്ക് പരിചയപ്പെട്ട് വെക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ കായിക മേഖല, പഴയ കാര്യങ്ങളും പുതിയ കാര്യങ്ങളും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കണം. പിന്നെ ശാസ്ത്ര സാങ്കേതിക മേഖല എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ബഹിരാകാശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട്, DRDO ഒക്കെ പറ്റിയിട്ട് നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. 5 മാർക്കിനുണ്ട്. അപ്പോൾ അതൊക്കെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ അത് ബേസ് ചെയ്തിട്ട് ബഹിരാകാശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് ആണ് ഇന്ന്. 20 മാർക്കിനുള്ള മോക്ക് ടെസ്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെയ്യാനായിട്ട് പോകുന്നത്. ബഹിരാകാശം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള 20 ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ പഠിച്ചോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. പഠിച്ചിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബഹിരാകാശം പോയി A to Z ഉള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ആരാണ്? ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ആരാണ്? ഓപ്ഷൻ ബി ആണ്, വിക്രം സാരാഭായി ആണ്. വിക്രം സാരാഭായി ആണ് ബഹിരാകാശ പദ്ധതിയുടെ പിതാവ്, വിക്രം സാരാഭായി. അടുത്തത്, ഇന്ത്യയിൽ ബഹിരാകാശ വകുപ്പ് നിലവിൽ വന്ന വർഷം ഏതാണ്? ഇന്ത്യയിൽ ബഹിരാകാശ വകുപ്പ് നിലവിൽ വന്ന വർഷം ഏതാണ്? ഓപ്ഷൻ എ ആണ്, 1972 ഇന്ത്യയിൽ ബഹിരാകാശ വകുപ്പ് നിലവിൽ വന്നത്. അടുത്ത ചോദ്യം, ISRO നിലവിൽ വന്ന വർഷം ഏതാണ്? ISRO നിലവിൽ വന്ന വർഷം ഏതാണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്, 1969 ജൂൺ 15 ISRO നിലവിൽ വന്നത്. ISRO നിലവിൽ വന്നത് 1969 ജൂൺ 15. ISROയുടെ ആസ്ഥാനം ഏതാണ്? ISROയുടെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബാംഗ്ലൂരിലാണ് ISROയുടെ ആസ്ഥാനം. ISROയുടെ ആസ്ഥാനം എവിടെയാണ്? ബാംഗ്ലൂരിലാണ്. ISROയുടെ ആസ്ഥാന മന്ദിരം അറിയപ്പെടുന്നത് എന്തെന്നാണ്? ISROയുടെ ആസ്ഥാന മന്ദിരം അറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ആണ്, അന്തരീക്ഷ ഭവൻ എന്നാണ് അറിയപ്പെടുന്നത്. അന്തരീക്ഷ ഭവൻ. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ റോക്കറ്റ് ഏതാണ്? ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ റോക്കറ്റ് ഏതാണ്? ആൻസർ നൈക് അപ്പാച്ചെയാണ്. നൈക് അപ്പാച്ചെയാണ് ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ റോക്കറ്റ്. ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? രാകേഷ് ശർമ്മയാണ്. രാകേഷ് ശർമ്മയാണ് ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ. രാകേഷ് ശർമ്മ ബഹിരാകാശത്തെത്തിയ വർഷം ഏതാണ്? രാകേഷ് ശർമ്മ ബഹിരാകാശത്തെത്തിയ വർഷം ഏതാണ്? ഏത് വർഷമാണ് എത്തിയത്? ഓപ്ഷൻ ബി ആണ്, 1984 രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് എത്തിയത്. ബഹിരാകാശത്തെത്തിയ എത്രാമത്തെ സഞ്ചാരിയാണ് രാകേഷ് ശർമ്മ? ബഹിരാകാശത്തെത്തിയ എത്രാമത്തെ സഞ്ചാരിയാണ് രാകേഷ് ശർമ്മ? എത്രാമത്തെയാണ്? 138ാമത്തെ സഞ്ചാരിയാണ് രാകേഷ് ശർമ്മ. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം അറിയപ്പെടുന്നത്? ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം അറിയപ്പെടുന്നത് ഏതെന്നാണ്? ശ്രീഹരിക്കോട്ടയാണ്. ശ്രീഹരിക്കോട്ടയാണ് ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം. ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ഡി ആണ്, ആന്ധ്രാപ്രദേശിലാണ് ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത്. ആന്ധ്രാപ്രദേശില്. പുലിക്കട്ട് തടാകത്തെയും ബംഗാൾ ഉൾക്കടലിനെയും വേർതിരിക്കുന്നത്? പുലിക്കട്ട് തടാകത്തെയും ബംഗാൾ ഉൾക്കടലിനെയും വേർതിരിക്കുന്നത് ഏതാണ്?
ശ്രീഹരിക്കോട്ടയാണ് പുലിക്കെട്ട് തടാകത്തെയും ബംഗാൾ ഉൾക്കടലിനെയും വേർതിരിക്കുന്നത്. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച വർഷമേത്? ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച വർഷം ഏതാണ്? ഏത് വർഷമാണ്? 2009 സെപ്റ്റംബർ 21-നാണ്. 2009 സെപ്റ്റംബർ 21-നാണ് ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത്. അടുത്തത്, ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ സ്വന്തം പേടകമെത്തിച്ച എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? ചന്ദ്രന്റെ ഭ്രമണപഥത്തില് സ്വന്തം പേടകമെത്തിച്ച എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? എത്രാമത്തെയാണ്? 5ാമത്തെ രാജ്യമാണ് ഇന്ത്യ. കൽപ്പന ചൗള അന്തരിച്ച വർഷമേത്? കൽപ്പന ചൗള അന്തരിച്ച വർഷമേത്? 2003 കൽപ്പന ചൗള അന്തരിച്ച വർഷം. ബഹിരാകാശത്ത് കൂടുതൽ കാലം ചെലവഴിച്ച ഇന്ത്യൻ വനിത ആര്? ബഹിരാകാശത്ത് കൂടുതൽ കാലം ചെലവഴിച്ച ഇന്ത്യൻ വനിത ആരാണ്? സുനിത വില്യംസ് ആണ്. സുനിത വില്യംസ്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ആര്യഭട്ടയാണ് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം. അടുത്ത ചോദ്യം, എജുസാറ്റ് വിക്ഷേപിച്ചത് എന്നാണ്? എജുസാറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ലോകത്തിലെ തന്നെ ആദ്യത്തെ വിദ്യാഭ്യാസ ബന്ധപ്പെട്ട ഉപഗ്രഹമാണ് ഇത് എജുസാറ്റ് എന്നത്. ഇത് വിക്ഷേപിച്ചത് എന്നാണ്? 2004 സെപ്റ്റംബർ 12-നാണ്. 2004 സെപ്റ്റംബർ 12-നാണ് എജുസാറ്റ് വിക്ഷേപിച്ചത്. കേരളത്തിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതാണ്? കേരളത്തിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏത്? തുമ്പയാണ് കേരളത്തിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. അടുത്തത്, ചന്ദ്രനിൽ ജലമുണ്ടെന്ന് സ്ഥിരീകരിച്ച ചാന്ദ്രദൗത്യം ഏതാണ്? ചന്ദ്രനിൽ ജലമുണ്ടെന്ന് സ്ഥിരീകരിച്ച ചാന്ദ്രദൗത്യം ഏത്? ചന്ദ്രയാൻ 1 ഏതാണ്? ചന്ദ്രയാൻ 1. 20 ചോദ്യങ്ങൾക്ക് ഉത്തരം എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് താഴെ കമന്റ് ചെയ്യണം. അതുപോലെ ഈ ഭാഗവും കറണ്ട് അഫയേഴ്സും ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം SCERT ഭാഗത്ത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. അപ്പോൾ SCERT ഭാഗം ഫിനിഷ് ചെയ്തിട്ടില്ല എങ്കിൽ SCERT ഫിനിഷിംഗ് മന്ത്ര എന്ന് പറയുന്ന കോഴ്സ് വഴി നിങ്ങൾക്ക് കേവലം 1 മാസം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ് നമ്മുടെ PSC ബേസിക്സിന്റെ ആപ്പിലുണ്ട്. ഇത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. വീഡിയോ ക്ലാസ് കിട്ടും, PDF നോട്ട് കിട്ടും, മോക്ക് ടെസ്റ്റുകൾ ഓരോ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഫുൾ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളുണ്ട്. പിന്നെ 1 മാസം കൊണ്ട് പഠിച്ചു തീർക്കാൻ വേണ്ടിയിട്ടൊരു സ്റ്റഡി പ്ലാൻ നൽകുന്നുണ്ട്. 5 മുതൽ 10 വരെയുള്ള മാത്സ് ഉൾപ്പെടെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.